എന്തോരം ആക്സിഡന്റുകളും എന്തോരം പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനെന്ന് പറയുന്നത്. കാണുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. എന്നെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ചിരിക്കും. എത്ര പ്രശ്നം വന്നാലും ചിരിക്കും, എത്ര സങ്കടം ഉണ്ടെങ്കിലും ഇപ്പൊ ചിരിക്കും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു മനുഷ്യനൊന്നല്ല ഞാൻ. പക്ഷേ എൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് എന്നെ ചിരിക്കാൻ പഠിപ്പിച്ചത് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ അപ്പന് ക്യാൻസറാ, എൻ്റെ അപ്പന് ക്യാൻസറാ, എൻ്റെ അമ്മയ്ക്കും ക്യാൻസറാ. രണ്ടുപേരും ക്യാൻസർ പേഷ്യൻസ് ആണ്. നിങ്ങൾ ചിന്തിച്ചോളാം, വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. എൻ്റെ വീട്ടില് എൻ്റെ അപ്പനും അമ്മയ്ക്കും ക്യാൻസറാണ്. നീ തീർന്നില്ല കേട്ടോ. എന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ. എന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തോരം സർജറി കഴിഞ്ഞ മനുഷ്യനാന്ന് കഴിഞ്ഞാൽ എൻ്റെ തലയില് ഒരു സർജറി കഴിഞ്ഞിട്ട് കേട്ടോ. ഇങ്ങനെ ഒരു പാടുണ്ട്, കാണാൻ പറ്റുണ്ടോ? ഇത്രയും ദൂരം കണ്ടോ? ഓ എന്നെ തള്ളോടാ തള്ളിയോ കേട്ടോ അമ്മേ. നിങ്ങൾക്ക് ഈ ഒരു പാടുണ്ട് ഇങ്ങനെ. ഒരു സർജറി കഴിഞ്ഞതാ, ഒരു ആക്സിഡന്റ് ഉണ്ടായതാ, ഒരു സർജറി കഴിഞ്ഞതാ. ഒരു 16 സ്റ്റിച്ചിട്ടുണ്ട് ഇങ്ങനെ തലയിൽ. ഇതിങ്ങനെ പൊളിഞ്ഞു പോയി പിന്നിലേക്ക്. ഇതിങ്ങനെ പൊളിഞ്ഞു പോയി ഒരു തലയാ. ഇത് ബ്ലഡൊക്കെ ക്ലോട്ട് ചെയ്ത് ഞരമ്പുകളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കുറെ നാൾ ആശുപത്രി കിടക്കേണ്ടി വന്നൊരു തലയാണിത് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ വലിയ കുഴപ്പമെന്ന് വെച്ചാൽ മുടി ഉണ്ടാകാത്ത അത്രയും ഇഞ്ചക്ഷൻസും അത്രയേറെ മെഡിസിൻസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തല ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, എൻ്റെ അപ്പന് ക്യാൻസർ കഴിഞ്ഞിട്ട് വരെ ഇത് നല്ലോണം മുടിയുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഇല്ല. എൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ആക്സിഡന്റ് കഴിഞ്ഞ പിന്നെ തലയിൽ ഒരു 16 സ്റ്റിച്ച് കിട്ടിയ പിന്നെ ഇങ്ങനെ ഒരു പാട് കിടക്കുന്നുണ്ട്. പുള്ളി എന്തൊക്കെയാലും വന്നേരം ചേട്ടൻ വന്നേ, പുള്ളിക്ക് ഞാൻ കാണിച്ചു കൊടുത്തേക്കാം കേട്ടോ. കണ്ടോ? ചെയ്തിട്ടില്ലേ? ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ടോക്ക് കഴിയുമ്പോൾ വന്നാൽ മതി. ഷോ ഉണ്ടാവും, തലയുടെ ഷോ. ചിലരിങ്ങനെ കണ്ടാലും വിശ്വസിക്കും, ചിലവർ അച്ഛൻ നുണ പറയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എൻ്റെ അനുഭവങ്ങളിൽ നുണ ചേർക്കാറില്ല. ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. എൻ്റെ സർജറി കഴിഞ്ഞാൽ തലയാണ് 16 സ്റ്റിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ടോക്ക് കഴിയുമ്പോൾ വന്നാൽ മതി. പുറത്ത് ഇത് കഴിയുമ്പോൾ ഷോ ഉണ്ടാവും കേട്ടോ. തല കാണിച്ചിരിക്കുന്നത്. മുഖത്തിന് മാത്രം വലിയ കുഴപ്പം നമ്മൾ തന്നില്ല കേട്ടോ. മുഖത്തിന് മാത്രം വലിയ പ്രശ്നം നമ്മൾ തന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. വലിയ കുഴപ്പം നമ്മൾ തന്നിട്ടില്ല. അത് കഴിഞ്ഞു പോകുമ്പോൾ 2 കൈയുടെയും സർജറി കഴിഞ്ഞൊരു മനുഷ്യനെ ഞാൻ കേട്ടോ. ഒരു കാര്യം കാണിച്ചു തരാം, നിങ്ങൾ ആരും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ നോക്കിക്കോ, കയ്യിലേക്ക് നോക്കിക്കോ. ഇങ്ങനെ പിടിച്ചാ ഇതിങ്ങനെ പോവും. ഇതുപോലെ തിരിച്ചു വരും. ഒന്നുകൂടി കാണിക്കണോ? നിങ്ങൾ ഈ മൃഗശാലയിലെ കുരങ്ങനെ നോക്കണ പോലെ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ഇത് സർക്കസ് ഒന്നുമല്ല കാണിച്ച്. 2 സർജറി കഴിഞ്ഞത് കാണിച്ചെന്നതാ കേട്ടോ. അത് സർജറി കഴിഞ്ഞെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പിന്നിലേക്ക് കാണിച്ചു. ഒന്നുകൂടി കാണിക്കണോ? ഓ ഭാഗ്യം. ചിലടത്ത് എന്നാ മാജിക് ഷോ പോലെയാണ്. ചിലർക്ക് കാണാൻ പറ്റാഞ്ഞിട്ട് ഒന്നും കൂടി ആവശ്യപ്പെടും. അച്ഛൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചത് കൃത്യമായിട്ടൊന്ന് കണ്ടോട്ടെ. നിങ്ങളുടെ ആരുടെയും കൈ അങ്ങനെ ത്രൂ ഔട്ട് പിന്നിലേക്ക് പോയില്ല. എൻ്റെ കൈ പക്ഷെ നിങ്ങളെ പോലെയല്ല, പിന്നിലേക്ക് പോകും, കൃത്യമായിട്ട് പോകും. അതിന്റെ കുഴപ്പമെന്ന് അറിയോ? അച്ഛനിവിടെ ഒരു പിടുത്തമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആ പിടുത്തമുണ്ട്. എനിക്ക് ഉണ്ടെന്നില്ല എന്നല്ല, അത് സർജറി കഴിഞ്ഞപ്പോൾ പോയി. എനിക്ക് ഈ പിടുത്തത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. എനിക്ക് നിങ്ങളെപ്പോലെ ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ പൊക്കി പിടിക്കാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു കാര്യം. എനിക്ക് കുഞ്ഞു കാര്യങ്ങളൊക്കെ പറ്റും. ചെറിയൊരു ബക്കറ്റ്, ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പൊക്കാൻ പറ്റും. അല്ലാതെ നിങ്ങളെപ്പോലെ ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്ത് കാര്യവും ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ എനിക്ക് നിങ്ങളെപ്പോലെ ഒരു കാര്യം ഇങ്ങനെ എടുത്ത് എടുത്തു വെക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ പിടിക്കാനേ പറ്റത്തുള്ളൂ. ഈ 2 കൈയുടെയും പിടുത്തമില്ല കേട്ടോ. പിടുത്തം കുറവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ പിടുത്തമുള്ളതുകൊണ്ടാണ് കൈ പിന്നിലേക്ക് പോവാത്തത്. എനിക്കതില്ല. അതിന് കുഴപ്പങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ബസ് ബ്രേക്ക് പിടിച്ചാലും എനിക്ക് ബ്രേക്കില്ല. കാരണം ബസ് ബ്രേക്ക് പിടിച്ചാലും ഞാൻ മുന്നിക്കോല് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ പിടുത്തം ഉണ്ടെങ്കിലാണ് നമ്മൾ നിൽക്കുള്ളൂ. ഈ ഹേമ കമ്മീഷനൊക്കെ വന്നുകൊണ്ട് ആകെ പ്രശ്നമാണ്. ബസ് എങ്ങാനും ബ്രേക്ക് പിടിച്ച് വല്ല പെണ്ണിന്റെ പേരിൽ ഞാനിപ്പോൾ ഇടിച്ച് തീർന്നു. ഞാൻ അതിന്റെ ഒരു കുഴപ്പം കൂടി ഉള്ളു. അപ്പൊ അതുകൊണ്ട് ബസ്സിൽ കയറാറില്ല. ഭയങ്കര ഡേഞ്ചർ. എനിക്ക് ബസ്സിൽ കയറാൻ പറ്റത്തില്ല. എനിക്ക് ബ്രേക്ക് പിടിച്ചാലും എൻ്റെ കൈ ഇവിടെ നിൽക്കില്ല. ഞാൻ പോവും, ഇവിടുന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം. 2 കൈയുടെയും സർജറി കഴിഞ്ഞതാ. വയറ്റത്തെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കുരുണ്ടായതാ, ക്യാൻസർ പോലെ. അത് അകത്തേക്ക് വളരാൻ തുടങ്ങി. അത് ഭയങ്കര ഡേഞ്ചറായി. ജീവന് തന്നെ അപകടമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഒരു സർജറി കഴിഞ്ഞ് വയറാണത് കേട്ടോ. ഒരു 12 സ്റ്റിച്ചിട്ടുണ്ട് ഈ വയറ്റത്ത്. അത് എടുത്തുകളയേണ്ടി വന്നു. ആ കുരു എടുത്തുകളയേണ്ടി വന്നു. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ പോലും ക്യാൻസർ വന്നൊരു മനുഷ്യനെ ഞാൻ. ചെറിയ പ്രായത്തിൽ ഇത് കുരു വന്നിട്ട് അകത്തേക്ക് പോയതാ.
അത് എടുത്തുകളേണ്ടി വന്നു. 12 സ്റ്റിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ പറ്റില്ല, ആരും വരണ്ട. അത് മാത്രം കാണാതെ വിശ്വസിക്കേണ്ടി വരും കേട്ടോ. അത് മാത്രം കാണാതെ വിശ്വസിക്കുക. ഒരു 12 സ്റ്റിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു പോകുമ്പോ 2 മുട്ടിന് സർജറി കഴിഞ്ഞതാ. 2 മുട്ടും സർജറി കഴിഞ്ഞതാ. വലത്തും ഇടത്തും സർജറി കഴിഞ്ഞതാ. വലത്തെ മുട്ടിന്റെ ലെഗമെന്റ് പൊട്ടിപ്പോയി, ഇടത്തെ മുട്ടിന്റെ ലെഗമെന്റ് പൊട്ടിപ്പോയി. 2 മുട്ടും സർജറി ചെയ്ത. അത് വേണമെങ്കിൽ വന്നോ കാണിച്ചു തരാം. കൃത്യമായിട്ട് പാട്, സർജറി ചെയ്ത പാട് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോ 2 കണ്ണങ്കാലും സർജറി കഴിഞ്ഞതാ. 2 കണ്ണങ്കാലിലും സർജറി ഉണ്ട്. 2 കണ്ണങ്കാലിൽ ഇപ്പോഴും പാട് കിടക്കുന്നുണ്ട്. നിങ്ങൾ വന്നാൽ മതി, കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഒക്കെ ഷോ ഉണ്ടാവും. ഇത് കഴിയുമ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കും, വന്ന് നോക്കി പോവുക കേട്ടോ. ഈ കർത്താവിന് ഈ വെള്ളിയാഴ്ചയില് ഞങ്ങളുടെ പള്ളിയിൽ തൊട്ടുമുത്തണ പോലെ നിങ്ങൾ വന്ന് കണ്ടു പോക്കോ കേട്ടോ. അതായിരിക്കും പറ്റുക. ഇതൊക്കെ ഞാൻ പറഞ്ഞതറിയോ, ഞാൻ ഈ നിറകന്തല തൊട്ട് കാൽപാദം വരെ സർജറി കഴിഞ്ഞൊരു മനുഷ്യനാ. കണ്ടാ പറയോ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോണ്ടേ ഞാൻ എന്തെങ്കിലും ഓടി നടക്കണേന്ന്. ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത് വളരെ കുറവാ. ഞാൻ എപ്പോഴും നടക്കും. എന്റെ കാലിൽ രക്തോട്ടം കുറവാ. എന്നെ ആ കാലം മരവിക്കും പെട്ടെന്ന്. അതാണ് ഞാൻ എപ്പോഴും കാലിരിക്കുമ്പോൾ നിങ്ങൾ ആട്ടണ കാണാം. കാല് നിങ്ങൾ ശ്രദ്ധിച്ചോ, അച്ഛൻ കാലാട്ടും എപ്പോഴും. എന്റെ കാലിന് കുറെ നേരം ഇങ്ങനെ സ്റ്റക്കായിട്ടിരുന്ന ഇത് നിങ്ങളിൽ ആട്ടണ്ട. എന്റെ കാലിന്റെ പ്രശ്നമായതുകൊണ്ട് ഞാൻ ആട്ടെന്ന് പറഞ്ഞപ്പോൾ ചക്കൻ കിടന്ന് ആടുക. അപ്പൊ ഞാൻ പറഞ്ഞറിയോ, എന്റെ കാലം ആട്ടുന്നത്, എന്റെ കാലിന് എപ്പോഴും മൂവ്മെന്റ് വേണം എനിക്ക്. എന്നാലാണ് എനിക്ക് രക്തോട്ടം ഓടിക്കൊണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ മരവിക്കും. എനിക്ക് വേരിക്കോസ് വൈൻ്റെ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർജറി കഴിഞ്ഞുകൊണ്ട് കാല് ഇപ്പൊ ഞാൻ ഇപ്പൊ സത്യം പറയല്ല, ബാത്റൂമിൽ ഇരുന്ന ഒരു 2 മിനിറ്റ് കൂടിപ്പോയാൽ എനിക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല. കാലങ്ങനെ മരവിച്ചു പോകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെ പോലെ തന്നെ കട്ടിൽ നിന്ന് നേരെ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. കാലെനിക്ക് ഡെഡാ. ആ സമയത്ത് ഞാൻ കട്ടിലും ഇരുന്ന് ഇങ്ങനെ കാല് മടക്കണം കുറെ നേരം. ഇങ്ങനെ മടക്കിയിട്ടാണ് എനിക്കൊന്ന് കാലെടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കട്ടിലിൽ നിന്ന് നേരെ എഴുന്നേറ്റ് മുട്ടുകുത്തി വീഴും. എനിക്ക് നേരെ വെക്കാൻ പറ്റുന്നില്ല. എന്റെ കാലിന് അത്രയും ബലമില്ല. നിങ്ങൾ കണ്ടാ പറയോ? അങ്ങനെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഓടി നടക്കണം ഇവിടെ. എനിക്ക് നടക്കുമ്പോൾ പ്രശ്നമില്ല, കാല് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ കാല് മരവിക്കും. ഇനി എന്തോരം മരുന്ന് കഴിക്കണം എന്നറിയോ? ECGയിൽ വേരിയേഷൻസ് ഉണ്ട്. ECG എന്തെന്നറിയോ? അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലാ. അതെനിക്ക് ഭയങ്കര കൂടുതലാ അറ്റാക്ക് വരാൻ. ഈ സർജറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഈ മരുന്നൊക്കെ കഴിച്ചു കൂട്ടിയോണ്ട് അധികം നാളൊന്നും പോകത്തില്ല കേട്ടോ. എനിക്കൊരു സന്തോഷമുള്ളൂ, കുഴപ്പമൊന്നുമില്ല. കണ്ടാ പറയൂ എന്നെ, ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക്. എന്നിട്ട് ഞാൻ ഇരിക്കണോ ചിരിച്ചിരിച്ച് എത്ര പ്രശ്നം വന്നാലും ഞാൻ ചിരിച്ചിരിക്കും. എന്നോട് പലരും ചോദിക്കും, എന്റെ ചിരി വെച്ച അച്ഛൻ എങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ട് ഇത്ര മോട്ടിവേഷൻ കൊടുക്കണേ മറ്റുള്ളവർക്ക്? ഞാൻ പറയണേ, കർത്താവുണ്ടല്ല, പിന്നെന്തിനാ പേടിക്കണേ? ഇത്ര അസുഖം വന്നിട്ട് ഞാൻ ജീവിക്കാൻ ഇപ്പോഴും ഇതിനേക്കാളും ചെറിയ അസുഖം ഉണ്ടായിട്ട് എത്രയോ പേര് വീണുപോയി. ഞാൻ ഇപ്പോഴും നിൽക്കാലേ. എന്റെ അടുത്ത് ഈ കൊല്ലത്ത് ഞാൻ ഈ തല തൊട്ട് കാൽപാദം വരെ സർജറി കഴിഞ്ഞപ്പോ മുമ്പിലിരിക്കുന്ന ഒരു വല്യമ്മ എന്റെ ഈ പ്രസംഗം കേട്ടെടുത്ത് ഇങ്ങനെ വിളിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ? അപ്പൊ ഈ പുള്ളിക്കാരത്തി എന്നെ നോക്കിയിട്ട് പറയാ, എന്റെ പൊന്നച്ച, ആകെ ഒരു പ്രതീക്ഷയോടെ കൂടെയാ ഈ കൺവെൻഷന് വന്നേ. ഇപ്പൊ പ്രസംഗിക്കാൻ വന്നേക്കണ അച്ഛൻ ഞങ്ങളെക്കാളും തീരാരോഗ്യാണല്ലോ കർത്താവേ. ഞാൻ എന്തിനെന്ന് പറയുന്നറിയോ? അച്ഛൻ അനുഭവം കൊണ്ടാ പറയണേ, ജീവിതം കൊണ്ടാ പറയണേ. ഇതുപോലെ ആക്സിഡന്റുകളും ഇതുപോലെ ദുരിതങ്ങളും ഇതുപോലെ വേദനകളും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ച മനുഷ്യനാ ഞാൻ. പക്ഷെ ഇതിൻ്റെ ഒക്കെ നടുവിലും അച്ഛൻ നിങ്ങളുടെ ഒറ്റ കാര്യം അറിയാം, ദൈവം ഉണ്ടേ നീ രക്ഷപ്പെട്ടുണ്ടാവും. എനിക്ക് അതാ പറയാനുള്ളൂ. ദൈവം ഉണ്ടേ. ജീവിതത്തിലെ ദൈവത്തെ ആണോ നീ ആശ്രയിക്കണേ? ദൈവത്തെ ആണോ നീ കൂട്ടുപിടിക്കണേ? ദൈവത്തോട് ചേർന്നാണോ നീ ജീവിക്കണേ? എത്ര വലിയ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും ദൈവം നിന്നെ അതിൽ നിന്ന് പൊക്കിയെടുത്തോണ്ട് വരും. വലുതാനും ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലെ ഏത് സങ്കടത്തിൽ ഓർത്താൽ ദൈവം ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടുണ്ടാവും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ ഓർക്കണം, അച്ഛനിപ്പോ ഒരു ടോക്ക് ഇട്ട എന്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഏകദേശം 9-10 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾ ഓർക്കണം, സോഷ്യൽ മീഡിയ യൂട്യൂബില് ഏകദേശം 2 ലക്ഷത്തിന് മേലെ ആൾക്കാർ എന്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, എല്ലാ കാര്യത്തിലും ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം അറിയോ? ഈ 9 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ളതല്ല എന്റെ ബലം. എന്റെ ബലം എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. എന്നോട് പലരും ചോദിക്കും, ജിനുവച്ച എങ്ങനെ വെച്ചിരിക്കാൻ പറ്റുന്നത്? ഞാൻ പറയും, കർത്താവുണ്ട്. എത്ര പേര് നിന്റെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടുണ്ടാവും. വലുതാണ് ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ജീവിതത്തില്
എത്ര വലിയ സങ്കടത്തിലൂടെ നിങ്ങൾ ഓർത്തോ, ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും, കടബാധ്യതയായിരിക്കും, ജീവിതത്തിന്റെ ഒരു സങ്കടമായിരിക്കും, തടസ്സമായിരിക്കും, എൻ്റെ കൊച്ചിൻ്റെ ഒരു കാര്യമായിരിക്കും, എന്തു ആയിക്കോട്ടെ, ദൈവത്തെ കൂട്ടുപിടിക്കും. ദൈവത്തെ കൂട്ടുപിടിക്കും. ദൈവം ഉണ്ടെങ്കിൽ ഈ ആ പ്രശ്നത്തെ നന്നായിട്ട് അഭിമുഖീകരിക്കാൻ പറ്റും. ഇല്ലെങ്കിലല്ല മക്കളെ, നമ്മൾ തോറ്റു പോകും. ജീവിതത്തിൽ തോറ്റു പോകും. ജീവിതത്തിൽ തോറ്റു പോകും. നിങ്ങളുടെ മക്കൾ തോറ്റു പോകും. നിങ്ങളുടെ കുടുംബം തോറ്റു പോകും. ക്ലച്ച് പിടിക്കില്ല. ഞാൻ പറയാലോ, ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ഒരു മനുഷ്യൻ, എൻ്റെ അപ്പനൊരു കൂലിപ്പണിക്കാരനാ, അഭിമാനമുള്ള പറയാൻ, അഭിമാനമുള്ള അല്ലേ സന്തോഷമുള്ളൂ. ഒരു കൂലിപ്പണിക്കാരനാ, ഈ തേങ്ങ പൊതിക്കാനാ പോയോണ്ടിരുന്നത് പണ്ട്. പിന്നീട് വാർക്കപ്പണിക്ക് പോകാൻ തുടങ്ങി. സന്തോഷമുള്ളത് പറയാൻ, എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അപ്പന്റെ മോനെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ കരയണത് ഞാൻ വേറെ ആരുടെ മുമ്പിലും എൻ്റെ അപ്പൻ കരണ കണ്ടിട്ടില്ല. സ്വന്തം അപ്പൂപ്പൻ മരിച്ചു കിടക്കുമ്പോൾ പോലും എൻ്റെ അപ്പൻ കരണ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ അപ്പൻ ദൈവത്തിന്റെ മുമ്പിൽ കരണ ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ എൻ്റെ കുടുംബം ജപ്തിയുടെ വക്കിലെത്തിന്നുണ്ട്. ജപ്തിയുടെ വക്കില് ഞങ്ങൾ ഇന്നും ഓർക്കുന്ന ഒരു കാര്യമാണ്. രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ അപ്പൻ പറയാ, മക്കളെ ഇന്ന് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഞങ്ങൾ പറഞ്ഞു, അപ്പനോട് പറഞ്ഞു, അപ്പ എന്തുട്ട് ഈ അപ്പം പറയണേ, അന്ന് എനിക്ക് 8ാം ക്ലാസ്സിലാണ് പഠിക്കണേ, ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ അപ്പം പറഞ്ഞു, നമുക്ക് വേറെ വഴിയൊന്നുമില്ല, മരണം മാത്രമേ ഉള്ളൂ മുമ്പില്, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, വേറെ വഴികളൊന്നുമില്ല. ഒത്തിരി കടങ്ങളുടെ നടുവില് എൻ്റെ അപ്പൻ വീട് പണയം വെച്ചിട്ട് പൈസ വാങ്ങിച്ചതാ. അത് ജപ്തിയുടെ വക്കിലെത്തിന്നിട്ടും ദൈവം അവിടെ നിന്ന് പൊക്കിയെടുത്ത അനുഭവം ഉണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. എനിക്ക് എന്താ നമ്മൾ പറയുന്നറിയോ, എല്ലാ ദുരിതങ്ങളുടെ അവസ്ഥകളിലൂടെയും കടന്നുപോയ ഒരു മനുഷ്യനെ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ അറിയാനിട്ടല്ല ഈ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ചോദിക്കും, എൻ്റെ അച്ഛന്മാർക്കും തൊട്ട പ്രശ്നമുള്ളേ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ എൻ്റെ കുറവുകൂടെ ഉള്ളൂ എന്തെങ്കിലും അവിടെ. അപ്പൊ അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, പ്രശ്നമായിട്ട് പറയുന്നില്ല കേട്ടോ. വിവാഹ ജീവിതം നയിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്, ഇല്ല അച്ഛാ? ആ ഉണ്ട് കേട്ടോ, അച്ഛനൊക്കെ അറിയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണേ, എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ട്. ഞാൻ കല്യാണം കഴിച്ചില്ലെന്ന് വെച്ചാൽ എനിക്കൊരു കുടുംബം, ഭാര്യ മക്കളില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഭാര്യ മക്കളില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദുരിതങ്ങളിലും പങ്കെടുക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയണേ, ഒരു കൂലിപ്പണിക്കാരനായ പൗലോസിന്റെ മകൻ എന്ന രീതിയിലാണ് പറയണേ. ഒരു സാധാരണ ജീവിതത്തിൽ ഞാൻ ഇന്നും ഓർക്കും, ഞങ്ങളുടെ വീടെന്ന് പറയുന്നുണ്ടല്ലോ, ഒരു കുഞ്ഞി വീടായിരുന്നു. 3 മുറി ഉണ്ടായിരുന്നുള്ളൂ. 3 മുറി, ഞങ്ങൾ 5 പേരെ വീട്ടില്. ഒരു അടക്കള, ഒരു ഹാള്, പിന്നെ ഒരു ബെഡ്റൂം, ബാത്റൂം പുറത്തായിരുന്നു. ഒരു മുറി ചാണകം അഴുകിയതായിരുന്നു. അങ്ങനെ ഒരു ജീവിതത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത് പറയാൻ അഭിമാനമുള്ളൂ, സന്തോഷമുള്ളൂ. പക്ഷെ ഇന്നും എൻ്റെ അപ്പം പറയും, ദൈവം എത്തിച്ചതാണ്. ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് അത്യാവശ്യം എല്ലാവർക്കും മുറിയുള്ളൊരു വീട്ടിലാ. ദൈവം വളർത്തിയതാ. ഞാൻ എന്റെ കൂടെ പറഞ്ഞറിയോ, ദൈവത്തിന്റെ കൂടെ നീ നടന്നാൽ, നീ എന്താണോ ആഗ്രഹിക്കുന്നത്, നീ എന്താണോ പ്രതീക്ഷിക്കുന്നത്, നിനക്ക് എന്താണോ വേണ്ടേ, ദൈവം തരും മക്കളെ. അതെങ്ങനെയാണെങ്കിലും ദൈവം തരും. വലുതരം ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നത് എങ്ങനെ നടക്കും? ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ദൈവം ഇത് എങ്ങനെ നടക്കും? നല്ലൊരു വീട്ടിൽ കിടക്കാൻ പറ്റുമോ? വലിയൊരു സ്വപ്നമായിരുന്നു നല്ലൊരു വീട്. ഇന്ന് ഞാൻ പറയാലോ, ഇന്ന് ഞങ്ങൾ നല്ലൊരു വീട്ടിലാണ് കിടക്കുന്നത്, സന്തോഷമുള്ളൊരു വീട്ടില്. ഞാൻ പറയും, ദൈവം ഒരു മുറി, ഒരു ബാത്റൂം സ്വന്തമായിട്ട്, ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ. ഞാനൊക്കെ ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ സ്കൂളിൽ പോയിട്ടുണ്ട്. സത്യം പറയണേ, ഭക്ഷണം കഴിക്കാതെ ഉണ്ടാവില്ല. ചിലപ്പോൾ കഞ്ഞി കുടിക്കാൻ ഇടിയായിരുന്നു, കഞ്ഞി കുടിക്കാൻ പണ്ടൊക്കെ ഉണ്ടാവില്ല. സ്കൂളില് ഈ ഉച്ചക്കഞ്ഞി കിട്ടും, അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടണേ. കാരണം വീട്ടിലൊന്നും ഉണ്ടാവില്ല. അത് പയറ് കിട്ടും. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഈ മുളക് വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ടായിരിക്കും ചോറിൻ്റെ കൂടെ തന്നെ. അത് കഴിച്ചിട്ട് രാവിലെ പോവും. 4-5 മണിക്കൂർ നടക്കണം സ്കൂളിൽ ചെല്ലാൻ. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇന്നും ഓർക്കും, അതൊക്കെ ദൈവം വളർത്തിയ സാഹചര്യങ്ങളാണ്. ഞാൻ പറയുന്നല്ലോ, ഈ സങ്കടങ്ങളും വേദനകളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ നല്ലതാ. അങ്ങനെ നിങ്ങൾ വളരുമ്പോ നിങ്ങൾ നല്ല നിലയിൽ തമ്പുരാൻ കൊണ്ടുവന്ന് എത്തിക്കും. അത് നിങ്ങൾ ഓർത്തോ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനം തന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു അനുഗ്രഹം ഉണ്ടെന്ന് എപ്പോഴും തിരിച്ചറിഞ്ഞോളാം. ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനം തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും അപ്പുറം ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരാനായിട്ടുണ്ട്. വലുതരം ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ.